ഹായ് ഓൾ ഓഫ് യു, എല്ലാവർക്കും ഈ CEC-യിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ ക്ലാസ് തുടങ്ങുകയാണ്. എല്ലാവരും റെഡിയല്ലേ? നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്തല്ലേ ഇരിക്കുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ഈ 4 ക്രിയകൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ഗുണനം അറിയാമെങ്കിൽ ഹരണം അറിയാൻ പറ്റും, അതുപോലെ സങ്കലനം അറിയാമെങ്കിൽ വ്യവകലനം അറിയാൻ പറ്റും. ഇത് 4 നിങ്ങൾക്ക് അറിയാമെങ്കിൽ കണക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ 3 അക്ക സംഖ്യയാണ് നിങ്ങൾ 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അടുത്തത് 4 അക്ക സംഖ്യ, 5 അക്ക സംഖ്യ എവിടുന്ന് പഠിക്കുന്നുണ്ട്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അതിന്റെ മുന്നോടിയായി കൂട്ടാനും കുറക്കാനും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. അവ തമ്മിലുള്ള ബന്ധമാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്, സങ്കലനാണ് അല്ലെ? ഇതൊരു സങ്കലന പട്ടികയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊക്കെ എളുപ്പമുള്ള അല്ലെ, എന്ത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. 1 + 1 = 2. 1 കൂട്ടണം 1 സമം 2. ഇതുപോലെ 1 കൂട്ടണം 2 കൂട്ടണം സമം 3. ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഈ സങ്കലനം അറിയാമെങ്കിൽ വ്യവകലനം അറിയാം. അപ്പൊ ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ടീച്ചർ? ഇപ്പൊ നോക്കിയ ഇവിടെ 1 കൂട്ടണം 2 സമത്രയാണ് 3 അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറക്കേണ്ടതും കൂടെ പഠിക്കാം. അപ്പൊ 3 കുറക്കണം 2 സമം എത്രയാണ്? 1. ശരിയല്ലേ ടീച്ചർ പറഞ്ഞത്? കണ്ടോ, ഇതിനെ തിരിച്ച് 3 കുറക്കണം 2 സമം 1. നേരെ തിരിച്ച് വേറെ നോക്കിയേ, 3 കുറക്കണം 1 സമം 2. ഇതിൽ ഏതെടുത്ത് നോക്കിയാലും ഇവിടെ നോക്കിയേ, 3 കൂട്ടണം 4, 3 കൂട്ടണം 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. 7 കുറക്കണം 4 സമം എത്രയാണ്? 3. 7 കുറക്കണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുറക്കാനും കൂട്ടാനും കഴിയും. കൂട്ടിയത് ശരിയാണോ എന്ന് നോക്കാം, കുറച്ച് നോക്കാം, കുറച്ചത് ശരിയാണോ എന്ന് നോക്കാം, കൂട്ടി നോക്കാം അല്ലെ. ഇവിടെ നോക്കാം. ടീച്ചർ ഒരു ഉദാഹരണം പറയാം. 5 കൂട്ടണം 6 സമം 11 ആണെന്ന് നിങ്ങൾക്കറിയാം. കാണുന്നുണ്ട് അല്ലെ? വലുതാക്കി തരാം. ഇവിടെ എഴുതിയാല് 5 കൂട്ടണം 6 അല്ലെ? 5 കൂട്ടണം 6 എത്രയാന്ന് എല്ലാവർക്കും അറിയാലോ? 11. 5 കൂട്ടണം 6 എത്രയാണ്? 11. ഇനി 11, ഈ 11-ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാ ഉത്തരം വരിക? കുറച്ച് നോക്കിയേ. 11 കുറക്കണം 6 സമം 5. അറിയായിരുന്നോ ഇത് മുന്നേ? നോക്കിയേ, 11 കുറക്കണം 6 സമം 5 അറിയായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്ത് നമ്മള് നോക്കിയിട്ടില്ല അല്ലെ? ഉണ്ടോ? ചിലരൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെ? നീ നോക്കിയേ, 11 കുറക്കണം 5 എത്രയാണ്? 11 കുറക്കണം 5 അറിയാം നിങ്ങൾക്ക് എത്രയാണ്? 6. അതൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഏത് തന്നാലും കുറക്കാൻ തന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, 110 കൂട്ടണം 30 സമം എത്രയാണ്? 140 ആണ്. നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. 140-ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാന്ന് കാണാൻ പറ്റും. എത്രയാണ്? 140 കുറക്കണം 30. ഇതിന് വേറെ ചെയ്ത് നോക്കണോ? വേണ്ട, ഇവിടെ തന്നെ ഉണ്ടല്ലോ. 110. ഇനി അതല്ലാതെ ഇരുന്ന് വേറെന്തും കൂടെ കിട്ടും. 140 കുറക്കണം 30 നമ്മൾ ചെയ്തു. ഇനി 110 സമം എത്രയാണ് പറഞ്ഞേ? 30 അല്ലേ? അപ്പൊ ഇങ്ങനെ ഏത് കുറക്കാനും കൂട്ടാനും തന്നാല് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താം. അത് മാത്രമല്ല, കുറക്കാൻ കൂട്ടാൻ അറിയാമെങ്കിൽ
നമുക്ക് കുറക്കാനും അറിയാൻ പറ്റും, കുറക്കാൻ അറിയെങ്കിൽ കൂട്ടാനും അറിയാൻ പറ്റും. എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യാം? ഇപ്പൊ ടീച്ചർ നാളെ ചോദ്യത്തിൽ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ചെയ്തു നോക്കാൻ വേണ്ടി തരാം. 100 ഒരു കാര്യം ചെയ്യാം. ഞങ്ങള് ഇവിടെ ഒരു സങ്കലന പട്ടിക ഉണ്ടല്ലോ. ഓക്കെ, 5ന്റെ സങ്കലന പട്ടികയാണ് ഇത്. ഇതൊന്ന് ടീച്ചർ പറഞ്ഞുതരാം. 5 കൂട്ടണം 1 സമം 6, 6 കുറക്കണം 1 സമം 5 അല്ലേ? 7 കുറക്കണം 2 സമം 5, 5 കൂട്ടണം 2 സമം 7. ഇതിനെ തിരിച്ചും മറിച്ചും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടപ്പട്ടികയാണ് നിങ്ങൾ വ്യവകലന പട്ടിക അല്ലെങ്കിൽ കുറക്കൽ പട്ടികയാക്കി മാറ്റാം. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ചെയ്യാൻ? എളുപ്പമാണ്. ഒരു മോഡൽ ടീച്ചർ താഴെ കാണിച്ചു തരാം. മോഡല് ടീച്ചർ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ 2ന്റെ ചെയ്ത് നോക്കാം. 1 കൂട്ടണം 2 സമം 3. നമുക്ക് അതിന്റെ നേരെ എന്ത് എഴുതാം? 3 കുറക്കണം 2 സമം 1. കണ്ടോ? അത് വിട്ടിട്ട് കുറച്ചുകൂടെ വിട്ടിട്ട് എന്ത് എഴുതാം? 3 കുറക്കണം 1 സമം 2. മനസ്സിലായോ? ഇപ്പൊ അടുത്ത പട്ടികയിൽ ഏതാ വരുന്നുണ്ടാകുക? സങ്കലന പട്ടിക നിങ്ങൾ പഠിച്ചല്ലേ. അപ്പൊ അടുത്ത നമ്പർ അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്ത് നോക്കുക. 7ൻ്റെത് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ കള്ളി വരഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സംഖ്യ, ഞാനിപ്പോ 7 തരാം. 7ന്റെ കൂട്ടൽ പട്ടിക ഇതാണോ? ഇതിനെ മാറ്റിയിട്ട് നിങ്ങൾ എന്താക്കി എഴുതണം? വ്യവകലന പട്ടിക എഴുതണം. 2 പട്ടിക നിങ്ങൾക്ക് കിട്ടും അല്ലെ? 7 കൂട്ടണം 1 സമം 8 എന്നുള്ളത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 8 കുറക്കണം 1 സമം 7, 8 കുറക്കണം 7 സമം 1, അങ്ങനെ ഒരു പട്ടിക എഴുതി നോക്കാം. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ വാട്സപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാം. അറി റെഡി? ഇതുപോലത്തെ കണക്കിനെ ഒന്നുകൂടെ ചെയ്ത് നോക്കണം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടീച്ചർ തരാം. ഓക്കെ, 560 കുറച്ച് വലുതായിക്കോട്ടെ, നിങ്ങൾ ഇനി വലിയ കുട്ടികളാവാൻ പോകല്ലേ. 560 കൂട്ടണം 40 സമയം എത്രയാണ്? 60 40 100 അറിയാം അല്ലെ? അപ്പൊ 600 ഉത്തരം. ഓക്കെ, 600ൽ നിന്ന് 40 കുറച്ചാൽ എത്രയാണെന്ന് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കുറച്ച് നോക്കാം അല്ലെ? 600 കുറക്കണം 40 എത്രയായിരിക്കും? ചെയ്തു നോക്കാതെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും അല്ലെ? എത്രയാണ്? 560. നോക്കിയേ, 600ൽ നിന്ന് 560 കുറച്ചാൽ എത്രയാണെന്ന് നോക്കണം. എത്രയാണ്? 40. എളുപ്പല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പൊതുവായ കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. സ്ഥാനവിലയിട്ട് എഴുതി കുറക്കുന്നത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. കുറക്കൽ പട്ടികയും കൂട്ടൽ പട്ടികയും ഇപ്പൊ വ്യക്തമായെന്ന് തോന്നുന്നു. അടുത്ത ഇവിടെ നിങ്ങൾ നോക്കിയേ, 3ന്റെ ഗുണപട്ടിക, 4ന്റെ ഗുണപട്ടിക, 5ന്റെ ഗുണപട്ടിക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പട്ടികകള അല്ലെ? എളുപ്പല്ലേ? ഇത് കാണാതെ പഠിക്കണേ 10 വരെ എല്ലാവരും.
ഇവിടെ നോക്കിയേ 3 ഗുണിക്കണം 1 3, 3 ഗുണിക്കണം 2 6, 3 ഗുണിക്കണം 3 9, ഇങ്ങനെ പോവാ അല്ലെ. ഇങ്ങനെ പോയി 10 വരെ. ഇതിനെ നമ്മൾ ഹരിക്കുകയാണെങ്കിൽ എങ്ങനെ? ഓക്കെ, ഗുണനം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ ഗുണിക്കുന്നത്. ഗുണനം എന്താണെന്ന് അറിയാമോ നമുക്ക്? ഇവിടെ കുറച്ച് പിക്ചറിലുള്ളത് ടീച്ചർ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഗുണനത്തിലേക്ക് പോവാം. കണ്ടോ, ഇവിടെ നോക്കിയേ എത്ര കാറുകളാണ് ഉള്ളത്? 1 2 3 4 5 6 7 8. അപ്പൊ 4 വരികളിലായി 2 വീതം കാറുകൾ ഉള്ളത് കൊണ്ടാണ് അതെന്തായത് അവിടെ 8 കാറ് എന്നായിരുന്നു. 4 ഗുണിക്കണം 2 അല്ലെ. 2 എണ്ണം വീതമുള്ള 4 എണ്ണം ഉണ്ടെങ്കിൽ 8ആയി. 4 ഗുണിക്കണം 2 8. എന്താ 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 എന്നതിന് പകരം 4 2 കൂട്ടിയതാണ് എന്ത് 8. അതുപോലെ ഇവിടെ നോക്കിയേ എത്ര എയറോപ്ലെയിൻ ഉള്ളത്? ഉണ്ടാവും 3 എണ്ണം വീതമുള്ള 3 റോ ആണുള്ളത്. അപ്പൊ 3 കൂട്ടണം 3 കൂട്ടണം 3 എന്ന് പറയുന്നതിന് പകരം നമുക്ക് 3 ഗുണിക്കണം 3 ചെയ്താൽ മതി. 3 ഗുണിക്കണം 3 9 അല്ലെ. 3 ഗുണിക്കണം 3 9. ഓക്കെ, ഇവിടെ 4 കരടിയുള്ള 2 റോയില് 2 വീതം. 2 കൂട്ടണം 2, 2 ഗുണിക്കണം 2 സമം 4. എളുപ്പല്ലേ? ഇവിടെ നോക്കിയേ 3 3 3 3 3. എത്ര 3 ഉണ്ട്? 5 3 ഉണ്ട് അല്ലെ. 5 3 എത്രയാണ്? നിങ്ങൾക്ക് ഇത് എണ്ണി നോക്കിയാൽ അറിയാം, അല്ലാതെ തന്നെ 5 3 15 ആണെന്ന് അറിയാം. അടുത്ത് നോക്കിയേ എത്ര ഐസ്ക്രീമുകൾ അവിടെ ഉള്ളത്? 2 4 6 8 10 12. അപ്പൊ 2 വീതമുള്ള എത്ര ഉണ്ട്? 1 2 3 4 5 6. 6 2 അല്ലെ. 6 2 12 എന്ന് കിട്ടും. അങ്ങനെ അടുത്തതിലോ? അടുത്ത 2 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. ഇതും സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ടീച്ചർക്ക് നോട്ടിൽ ചെയ്തിട്ട് അയച്ചാൽ മതി. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ ഇത്? എത്ര റോ ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യും. ഇനി നമുക്ക് ഗുണനപ്പട്ടികയും ഹരണപ്പട്ടികയും തമ്മിലുള്ള ബന്ധമാണ് പറയേണ്ടത്. 3ന്റെ ടേബിളാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. 3 ഗുണിക്കണം 1 3. താഴെ ചെയ്യുന്ന രീതിയും കൂടെ ടീച്ചർ പറഞ്ഞു. ഏതെങ്കിലും ഒരു ഗുണനപ്പട്ടിക എടുത്തു വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഹരണപ്പട്ടിക ഉണ്ടാക്കുക. ഓക്കെ, ഇവിടെ 1 ഗുണിക്കണം 3 സമം 3 and 2 ഗുണിക്കണം 3 സമം എത്രയാണ്? 6. 3 ഗുണിക്കണം 3 സമം 9. ഇത്ര നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കാം, 1 ഗുണിക്കണം 3 സമം 3 ആണെങ്കിൽ 3 ഹരിക്കണം എന്നുള്ള ചിഹ്നം തൽക്കാലത്തേക്ക് ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ടീച്ചർ ഇതിടുകയാണ്. ഹരണം എന്നുള്ള ചിഹ്നം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, 3 ഹരിക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. കണ്ടോ, 3നെ 1 കൊണ്ട് ഹരിച്ചാല് 3. അതേപോലെ തന്നെ 3 ഹരിക്കണം 3 സമം എത്രയായിരിക്കും? നോക്കിയാ 10 നേരത്തെ പോലെ തന്നെ 10 സംഖ്യയാണ്.
1. അതുപോലെ കണ്ടോ ഹരണം. ഹരണത്തിന്റെ സിമ്പിൾ എടുക്കട്ടെ. ഇതാണ് ഹരണം അല്ലെ. മൂന്ന് ഹരിക്കണം 1 സമം 3 ഉണ്ടോ. അതുപോലെ 3 ഹരിക്കണം 3 സമം 3 ഹരിക്കണം 3 സമം 1. കിട്ടിയോ. അതുപോലെ അടുത്ത് നോക്കിയ 2 ഗുണിക്കണം 3 സമം 6. അങ്ങനെ വരുമ്പോ 6 ഹരിക്കണം 3 സമം 2. പിന്നെയോ 6 ഹരിക്കണം 2 സമം 3 എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 1 ഗുണിക്കണം 3 സമം 3. അപ്പൊ അതിനെ നമ്മൾ ഹരണത്തിലേക്ക് മാറ്റണം. 3നെ 1 കൊണ്ട് ഹരിച്ചാല് അപ്പൊ 3 ഹരിക്കണം 1 സമം 3. 3 ഹരിക്കണം 3 സമം 1 അല്ലെ. ഒരു 6നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക. 2. 3നെ 1 കൊണ്ട് ഹരിച്ചാല് 3 കിട്ടും. 3നെ 3 കൊണ്ട് ഹരിച്ചാല് 1. അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ആ ഹരണം ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇത് ആകെ എത്ര ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം അല്ലെ. 1 2 3 4 5 6. 2 4 6 6 വീതമുള്ള 3 ഇതാണ്. അപ്പൊ 6 ഗുണിക്കണം 3 എത്ര വരിക. 6 3 18. 18 എണ്ണത്തിനെ 3 ഭാഗങ്ങളാക്കുക. 18 എണ്ണത്തിനെ 3 ഭാഗങ്ങളാക്കിയാല് 3 3 വീതം എത്രയാക്കാം. അപ്പൊ 1 2 3 4 5 6 ഉണ്ടാ. പിന്നെ 6 വീതമുള്ള എത്ര എണ്ണാക്കി മാറ്റാൻ പറ്റും. 1 2 3. 6 ഹരിക്കണം. ഇവിടെ 18 അല്ലേ ഉള്ളത്. നമുക്കറിയാം 6 3 18 അല്ലെ. 6 ഗുണിക്കണം 18. സോറി, 6 ഗുണിക്കണം 3 സമം 18. അതിനെ നമുക്ക് എന്തുവാക്കി മാറ്റാം. 18 ഹരിക്കണം 18 ഹരിക്കണം 18
18 ഹരിക്കണം, തൽക്കാലം ടീച്ചർ ഈ ചിഹ്നം ഇടാണ്. 18 ഹരിക്കണം 3 സമം നമുക്ക് എത്ര കിട്ടും? 6 എന്ന്. അതുപോലെ 6 ഹരിക്കണം 18 ഹരിക്കണം 6 സമം 3 എന്നും കിട്ടും. അപ്പൊ ഇപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ടാവും. 5ന്റെ ഗുണനപ്പട്ടിക എല്ലാവർക്കും അറിയാം. 5ന്റെ ഗുണനപ്പട്ടിക വെച്ചിട്ട് 5ന്റെ ഹരണപ്പട്ടിക കൂടെ നിങ്ങൾ എഴുതുക. 5 ഗുണിക്കണം 1 സമം 5, 5 ഗുണിക്കണം 2 സമം 10. ഇത് നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ നേരെ തിരിച്ചു എഴുതുക. ഒരു 5 5 എന്നുള്ളതിന് ഇതിൽ നേരെ തിരിച്ചെഴുതി, അത് കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇനി 5 ഹരിക്കണം 1 സമം 5 അല്ലേ, 10 ഹരിക്കണം 2 സമം 5, അങ്ങനെയുള്ള ഒരു പട്ടിക. പിന്നെ 5 ഹരിക്കണം 5 സമം 1, 10 ഹരിക്കണം 5 സമം 2, അങ്ങനെ വരുന്ന ഒരു പട്ടികയും കൂടെ എഴുതും. അപ്പൊ ഇത് ക്ലിയർ ആവും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.